പ്രിയപ്പെട്ട ദിൽന, ഇന്ന് നീ നിന്റെ ആദ്യത്തെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട ഹാഷിറ, നിന്റെ ജീവിതത്തിൽ നീ എടുത്ത നിർണായകമായ തീരുമാനത്തിൻ്റെ നിർണായകമായ ചുവടുവെപ്പാണല്ലോ. പ്രിയപ്പെട്ട അഞ്ജലിക്ക് 6 വർഷം മുന്നേയുള്ള നിനക്ക് ഓർമ്മയുണ്ടോ? പ്രിയപ്പെട്ട തേജസ്വി, ഇന്ന് നീ നിന്റെ ന്യൂ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ജഫ്ന, ഒരുപാട് ആഗ്രഹിച്ചു നേടിയതാണെങ്കിലും കുറച്ചു കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. എനിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാം കൊണ്ടും ആദ്യ ദിനങ്ങൾ നിനക്ക് ബുദ്ധിമുട്ടുകളും കടമ്പകളും ഏറെ ഉണ്ടായിരിക്കും. നിന്റെ ക്ലാസ്സിൽ കയറുമ്പോൾ നിനക്ക് ചുറ്റും നീ ഒരുപാട് കുഞ്ഞു കുരുന്നുകളെ കാണാം. നിന്നെ അറിയാതെ നിനക്ക് അറിയാത്ത കുഞ്ഞു മക്കൾ. കംഫർട്ട് അല്ലാത്ത ഒരാളോട് പോലും നീ സംസാരിക്കാറില്ലായിരുന്നു. എന്തിനു പറയുന്ന ഒരു പരിചയമില്ലാത്ത ഒരു ഫോൺ നമ്പർ ഫോണിൽ വന്നാൽ പോലും എടുത്ത് സംസാരിക്കാൻ മടിയുള്ള ഒരാളായിരുന്നു. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി കണ്ട് മുന്നോട്ട് പോവുക. ഒരു കൂട്ടം കുഞ്ഞു മക്കളെയാണ് നിന്റെ കൈകളിൽ എത്തുന്നത്. നീയാണ് അവർക്ക് പുറം ലോകം കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിശയിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തീർച്ചയായും നിനക്ക് അതിനെ തരണം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരെ നോക്കുമ്പോൾ അവർ നീ ആരാണെന്ന് അറിയാതെ അവർ നിന്നെ നോക്കും. നീ അവരുടെ കുഞ്ഞു മുഖം നോക്കി പുഞ്ചിരിച്ച് അവരുടെ ലോകത്തേക്ക് പോകണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നിന്നെക്കൊണ്ട് പറ്റുമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയാൻ നിനക്കിപ്പോൾ കഴിയുന്നുണ്ട്. അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും അവരുടെ പ്രിയപ്പെട്ട ഫ്രണ്ടായ ടീച്ചർ ആവണം. അവർ നിന്നെ നോക്കി ഇതാണ് എൻ്റെ ടീച്ചർ, എനിക്ക് ഈ ടീച്ചറെ പോലെ ആവണം എന്ന് കുഞ്ഞു മക്കൾ പറയുമ്പോൾ അതായിരിക്കും ഒരു ടീച്ചറിൻ്റെ വിജയം. കോൺഫിഡൻസായി ഫസ്റ്റ് ഡേ ക്ലാസ് എടുക്കുക. ഒരിക്കലും ചിരിച്ച കുഞ്ഞുങ്ങളുടെ മുഖം നീ പ്രതീക്ഷിക്കരുത്. ഉണ്ടാകില്ലെന്നല്ല, കരയുന്ന മക്കളെ ചിരിപ്പിക്കാൻ നിന്റെ കയ്യിൽ അവർക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാകണം. എന്തും എങ്ങനെയും ആവട്ടെ, സംസാരിക്കുക, ഉള്ളു തുറന്ന് സംസാരിക്കുക, ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. എല്ലാ കുട്ടികളും സ്വന്തം മക്കളെ പോലെ കണ്ടിട്ട് അവരെ സ്നേഹിച്ച് അവരിൽ ഒരാളായി അവരെ പഠിപ്പിക്കണം. അവർ നിന്റെ അടുത്ത് സേഫാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. മറ്റുള്ള ടീച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നതും എനിക്കേറെ സഹായകമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക വഴി വളരെ പെട്ടെന്ന് നിനക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവരുടെ ഒരു ക്യൂരിയോസിറ്റി വളർത്തുക എന്നതാണ് നിൻ്റെ കർത്തവ്യം. എല്ലാത്തിലും ഉപരി വളരെയധികം അവരെ കെയർ ചെയ്യണം. ഈ പ്രായത്തിൽ അവർക്ക് നൽകുന്ന കാര്യങ്ങൾ അവർ മറക്കുകയില്ല. നിനക്കറിയാലോ, കുട്ടികളൊരു സ്പോഞ്ച് പോലെയാണ്. നീ എന്ത് പറയുന്നോ അതാണ് അവർ എടുക്കുക. അത് നല്ലതും ചീത്തതും തിരിച്ചറിയാൻ നീ അവരെ പ്രാപ്തരാക്കണം. ഓൾ ദ വെരി ബെസ്റ്റ് എന്ന് നിൻ്റെ സ്വന്തം ഭാവിയിൽ നിന്ന് ഹാഷിറ. ആശംസകളോടെ വിത്ത് ലവ്, തേജസ്വി. ഇനിയുള്ള വർഷങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആത്മാർത്ഥതയോട് കൂടി ചെയ്താൽ കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ്.